പറയുന്നത്. ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കാനുള്ളത്. ബൈബിൾ വായിക്കും, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അനേകം പരിഹാസ വിഷയമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവശക്തിയാണ്. വിശുദ്ധ വേദപുസ്തകം പ്രകാരം വായിക്കുന്നു. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം വാക്യം വായിക്കും, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരിക്കലുള്ള വാക്യം ആവർത്തിക്കുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എന്താണ് അർത്ഥം? ക്രിസ്തു നമ്മെ പോലെ ജനിച്ച വ്യക്തിയല്ല. നമ്മളൊക്കെ മാതാപിതാക്കന്മാരുടെ ഇഷ്ടപ്രകാരം കാലാകാലം ജനിച്ചവനാണ്. ക്രിസ്തു അങ്ങനെ ജനിച്ചതല്ല, മറിച്ച് വന്നവനാണ്. എന്തിനായി വന്നു? പാപത്തിന്റെ പരിസരമായി മനുഷ്യ അസന്തുഷ്ടനായി സമാധാനമില്ലാതെ പാപത്തിന് ശമ്പളം മരണമത്ര എന്ന് വയലിൽ കാണും പോലെ മരണത്തിന് യോഗ്യരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യുവിനായി മേയിക്കപ്പെട്ട് സമാധാനം കണ്ടെത്താൻ കഴിയാതെ നരയാതെ അനുഭവിച്ചുകൊണ്ട് ദൈവം അന്യമായി മാറിയപ്പോൾ ദൈവത്തെ അടുപ്പിക്കുവാൻ വേണ്ടി കർമ്മങ്ങളും ആചാരങ്ങളും വന്നു ചേർന്നു. പക്ഷേ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ വഴിപാടുകൾക്കോ യാഗങ്ങൾക്കോ കൂദാശകൾക്കോ ഒന്നിനും മനുഷ്യവർഗത്തെ ദൈവത്തെ അടുപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വർഗ്ഗത്തിൽ ശബ്ദം കേൾക്കാം, അന്ന് ആരെ അയക്കേണ്ടു, അത് നമുക്ക് വേണ്ടി പോകും. മനുഷ്യവർഗത്തെ ദൈവത്തേക്ക് അടുപ്പിക്കുവാൻ സമാധാനമില്ലാത്തവരായി പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി അന്യമായി മാറിയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വേണ്ടി ഒരു മാർഗമില്ലാതായപ്പോൾ ക്രിസ്തു യേശു പാപം രക്ഷിപ്പാൻ ലോകത്ത് വന്നു എന്നുള്ളത് വിശ്വാസവും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. കേൾക്കാൻ ശബ്ദം, ഞാൻ ആരെ അയക്കേണ്ടു, അത് നമുക്ക് വേണ്ടി പോകും. യാഗങ്ങളും കർമാനുഷ്ഠാനങ്ങളും പ്രവർത്തികളും ഒന്നും മനുഷ്യന് കഴിയാതായപ്പോൾ പാപം മൂലത്തിൽ ദൈവം അകന്നു മാറി സമാധാനം നഷ്ടപ്പെടുത്തിയ ആ തലമുറ മനുഷ്യർക്കും കുലപാതകത്തിലേക്കും നിരീശ്വരത്വത്തിലേക്കും അസമാധാനത്തിലേക്കും വഴിമാറിയപ്പോൾ രക്ഷിപ്പാൻ എല്ലാ മാർഗങ്ങളും പരിതടയ്ക്കപ്പെട്ടപ്പോൾ മനുഷ്യനെ രക്ഷിപ്പാനായി കേൾക്കാൻ ശബ്ദം, ഞാൻ വരുന്നു, ദൈവമേ എന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യുഗങ്ങൾ സമ്പൂർണ്ണം വന്നപ്പോൾ കാലത്തികവികൾ മനുഷ്യ രക്ഷിപ്പാൻ വേണ്ടി കർമ്മമാർഗങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേർച്ചകളും കാഴ്ചകളും ഉള്ളിച്ചകളും വഴിപാടുകളും വ്യർത്ഥമായി മാറിയപ്പോൾ മനുഷ്യ രക്ഷിപ്പാനായി ക്രിസ്തു കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി വേദന വർദ്ധിച്ചു. യേശു എനിക്ക് മുമ്പ് 730 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ആ പ്രവാചകനോട് ഇപ്രകാരം രേഖപ്പെടുത്തി, നമുക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ഒരു അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാ, സമാധാന പ്രഭു എന്ന് പേരാകും. അങ്ങനെ എല്ലാ മാർഗങ്ങളും പഴുതടയ്ക്കപ്പെട്ടപ്പോൾ മനുഷ്യ ഉദ്ധാരണം ഇല്ലാതായപ്പോൾ ദൈവത്തിന് അറിയാൻ കഴിയാതായപ്പോൾ 49 സങ്കീർത്തനം ബൈബിളിൽ ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ. 49 സങ്കീർത്തനത്തിൽ ഓരോരുത്തന്മാർ വിലാപിച്ച ഒരു വിലാപമുണ്ട്. ഇപ്രകാരമാണ് വിലാപം: സഹോദരൻ സഭകുടി കാണാതെ അവനെ വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പിന് കൊടുക്കാനോ അവനെ രക്ഷിക്കുവാനോ ഒരു മാർഗവും ഇല്ലാതായി. ആൾ കഴിയയില്ല. അവനെ പ്രാർത്ഥന വിലയേറിയത് ഒരു നാള് സാധിക്കട്ടെന്ന് പറഞ്ഞ് പുസ്തകം അടച്ചു വെച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് തീർന്നില്ല. അവന്റെ നിയമത്തെ അവരുടെ പാപം ബോധിപ്പിച്ചിരിക്കുകൊണ്ട് നീ ഒരു യേശു വേണ്ടിയാണ്. അങ്ങനെ കാലത്തേക്ക് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവതരിച്ചു. അപ്പോൾ ചിന്തിക്കും, അത് ഞങ്ങൾക്ക് എന്താ? യേശു പാപികളെ രക്ഷിപ്പാനാ വന്നത്. ഇന്നത്തെ ഈ ആധുനിക നൂറ്റാണ്ടിൽ പല്ലുമത കേട്ടിട്ടുണ്ട്. ആരും പാപികളൊന്നും പറയരുത്. അങ്ങനെ ആരും പാപികളൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്, ഇടതുവശം ചേർത്താ പോകേണ്ടത്.
അല്ല ഒരുത്തപ്പോ ഞാൻ പറയുക ഇടതുവശം എന്നെ പോകത്തില്ല, ഞാൻ വലതുവശത്തോട് വണ്ടി ഓടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ നിയമത്തെ ലംഘിക്കുന്നത് രാജ്യദ്രോഹിയാണ്. അതിന് എന്റെ ചുരുക്കം അവർ പെനാൽറ്റി വരും, അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒരു ദേശത്തെ നിയമത്തെ ലംഘിക്കുന്ന വ്യക്തി ദേശദ്രോഹിയായി മാറുമെങ്കിൽ സ്വർഗത്തിൽ ദൈവം നിയമത്തെ ലംഘിക്കുന്ന വ്യക്തിയാണ് മാറി. ഇരുപത്തി വായിക്കുന്ന അങ്ങനെ ഏകമനുഷ്യ പാവവും പാവത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നാ പാവത്തിന്റെ ഫലം സമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു. കൽപ്പനയിലേക്കായി മാറിയ കയ്യിൽ ഹാബേലെ കൊന്നു കളഞ്ഞതുപോലെ വിലാപങ്ങളിൽ കട്ടുകൂടെ പാപത്തിന്റെ ഫലമായിട്ടാണ്. സഹോദരാതിന്റെ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ, നിലവിളി ഉയരുന്നെങ്കിൽ, സ്വസ്ഥയില്ലെങ്കിൽ, സ്വസ്ഥയ്ക്ക് ഒരു മലയാവട്ടിയിട്ടും നേരത്തെ കഴിച്ചിട്ടും ഉരുണ്ടിട്ടും കാറ്റുകൾ നടത്തിയിട്ടും സമാധാനം കഴിയുന്നില്ലെങ്കിൽ ഒരു മാർഗമുണ്ട്. ഈ മറ്റൊന്നുമല്ല, മറ്റൊരു രക്ഷയില്ല. രക്ഷിക്കപ്പെടുമ്പോൾ ആകാശഗീരിൽ ഭൂമിയിൽ നൽകപ്പെട്ട ക്രിസ്തു ഏകനാമം. ആ നാമത്തിൽ ആശയവരെ വിടുവാൻ ശക്തനാണ്. സമാധാന ജീവിതമേ, ഈ സന്ധ്യകളിൽ നിങ്ങളെ കേൾക്കുന്നതിൽ യേശു പറയുന്നു, വരിക, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. വരിക, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകാം. അവൻ സമാധാനം ദൈവമാണ്. തിരുവനന്തപുരം വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവായ റോമൻ 5 വായിക്കുന്നു, ക്രിസ്തുവെല്ലാം നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. സമാധാന ജീവിതത്തെ സമാധാനം നൽകുവാനാണ് ക്രിസ്തു ക്രൂശിൽ. നോക്കിയേ, ആ കാൽവരിയിൽ നോക്കൂ. ഭൂലോകത്തിന്റെ മധ്യഭാഗമായ മനസ്സിൽ ഉയർന്നിരിക്കുന്ന ഗോൽഗോഥാ കുന്നിൻ പുറത്ത് രണ്ട് കളന്മാരുടെ നടുവില് സ്വന്തം എന്നറിയാച്ചുകൊണ്ട് ഒരു കര പിതാവായ ദൈവത്തേക്കിലേക്കും മറ്റേ കര വശുവിന്റെ മനുഷ്യനെ ബന്ധിപ്പിച്ചുകൊണ്ട് തലഭൂവാസികളുമാരെ എങ്ങനെ പറഞ്ഞ് വിലപിക്കുന്ന, മുറയിടുന്ന, കരയുന്ന, നിന്നെ വിളിക്കുന്ന ദൈവത്തെ കണ്ടു. എന്താണ് ആ കാണുന്ന കാഴ്ച? പാപിയായ മനുഷ്യനെ ദൈവത്തേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ഭൂലോക മനസ്ഥിതിയിൽ മധ്യസ്ഥായി മാറിയ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഓർപ്പിക്കുന്നു, മറ്റു മധ്യസ്ഥന്മാരില്ല. നമ്മെ ദൈവത്തിന് അടുപ്പിക്കുവാൻ ഏക മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യന്റെ നടുവിൽ ഏക മധ്യസ്ഥൻ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി മാറിയെങ്കിൽ ആ ക്രിസ്തു യേശുവിലൂടെ സമാധാനം പ്രാപിച്ച് നീതീകരിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. നോക്കൂ, ക്രൂശിൽ രണ്ട് കടന്മാര്, ഒരുത്തിനടുത്ത് ഒരുത്തൻ പരത്തും. ഒരു ഭാഗത്തിൽ കടം പറഞ്ഞു, നീ ദൈവത്തുണ്ടെങ്കിൽ ഇറങ്ങി വാ, നിന്നെ രക്ഷിക്കുക, അങ്ങനെ രക്ഷിക്കുക. മറ്റവൻ പറഞ്ഞ വാചകമുണ്ട്. മറ്റവൻ പറഞ്ഞു, എടാ സമശിക്ഷാവിലായിട്ടും ഈ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞ് മറ്റവനെ താക്കീത് ചെയ്തു. മാത്രമല്ല കർത്താവേ, നീ ദൈവത്തിന് പുത്രനാണ്, നീ രാജ്യത്തിൽ മടങ്ങി വരും, നീ രാജാതിരാജാവാണ്, നീ കർത്താവാണ്, നീ രാജ്യത്തിൽ പ്രവചിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ കടലൊരു കർത്താവ് പറഞ്ഞ വാചകം ഇന്ന് നീ എന്നോട് പ്രതിഷേധിക്കും. നരകയോഗ്യമായ വ്യക്തികളെ സ്വർഗതുല്യന്മാരാക്കി മാറ്റുവാൻ, സ്വർഗീയന്മാരാക്കി മാറ്റുവാൻ, പാപിയെ നീതിമാന്മാരാക്കുവാൻ, അസംതൃപ്തിയുള്ള സമാധാനം നൽകുവാൻ ക്രിസ്തു യേശു പാപി രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഇതുപോലെ കാലം നിന്നെ തേടിയ ഭൂമിയിലേക്ക് വന്നത്. അവരാ നിന്നെ തേടിയാണ്, നിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ക്രിസ്തു യാഗമായി മാറിയത്. ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, തിരുവനന്തപുരം വായിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിടുകളാൽ സമാധാന സൗഖ്യം വന്നിരിക്കുന്നു. നീ രോഗിയായി ഭാരപ്പെടുകയാണോ? എവിടെയൊക്കെ ആശ്രയിച്ചിട്ടും വൈദ്യദാസം തള്ളിക്കളഞ്ഞ് മെഡിക്കൽ സയൻസ് രക്ഷിക്കാൻ കഴിയാതെ രോഗിയായി ഭാരപ്പെടുകയാണോ? നിന്നെ സൗഖ്യമാക്കുവാൻ യേശുമതിയായവനാ. സമാധാനമില്ലയോ? സമാധാനം ദൈവശക്തനാ. അടുക്കൽ ആര് വന്നിട്ടുണ്ടോ അവർ സമാധാനം ദൈവം നൽകിയിട്ടുണ്ട്. പാപം ദൈവം മോഹിച്ചിട്ടുണ്ട്, സ്വസ്ഥ ദൈവം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം വായിക്കുന്നു, താജ്ഞും വർദ്ധിച്ചവർക്ക് ഉണ്ടായിരുന്നു അതിയ സന്തോഷം, അതിയ സമാധാനം എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. കുഞ്ഞെ, യേശുവിനെ ആര് കണ്ടിട്ടുണ്ടോ? യേശുവിനെ ആര് സ്വീകരിച്ചിട്ടുണ്ടോ? ഹൃദയ സമാധാനം പ്രാപിച്ചിട്ടുണ്ട്. ആ കുടുംബം സന്തുഷ്ടമായി മാറിയിട്ടുണ്ട്. മദ്യപാനെ നയിക്കുമ്പോൾ തിരുവനന്തപുരം വായിക്കുന്നു, പ്രവർത്തന പുസ്തകത്തിൽ
പറഞ്ഞ വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ട്, ഇഷ്ടംപോലെ മദ്യപിക്കാൻ കിട്ടും, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, സ്ഥാനമാനുണ്ട്, പക്ഷേ സമാധാനമില്ല. പക്ഷേ ഒരു ദിവസം പൗലോസ് ജയിൽ അടയ്ക്കപ്പെട്ടു. അവരെ അടിച്ചു ഉപദ്രവിച്ച് ജയിലിലേക്ക് അടയ്ക്കപ്പെട്ടു. പക്ഷേ ആ ദൈവദാസന്മാർ ജയിൽ വന്നതുകൊണ്ട് സോൾട്ട് ഇറങ്ങി വന്നു. പിന്നെ ഈ പകൽക്കാലത്തിന് കുടുംബത്തിൽ യേശു വന്നാൽ സമാധാനം പ്രാപിക്കാൻ കഴിയും. ഇതിന്റെ അസന്തുഷ്ടി മാറും, ജീവിതം വ്യതിയാനപ്പെടും. ഒരുവൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഈ സാനുഭൂതായി മാറും. ഇതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും, സ്വഭാവത്തിന് മാറ്റം വരും, പെരുമാറിന് മാറ്റം വരും, സമാധാനം ജീവിതം പ്രാപിക്കാൻ കഴിയും. യേശുവിനെ കാണാം. കേൾക്കൂ, ആ രണ്ട് അപ്പോസ്തലന്മാരെ പൗലോസ് അർദ്ധരാത്രിയായപ്പോൾ പാടി പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. കേൾക്കൂ, കാരാഗ്യ അടിസ്ഥാനങ്ങൾ കുലുക്കി തടവുകാർ വിടുവിക്കപ്പെട്ടു, ബന്ധനം കഴിഞ്ഞു വീണു. യേശു വന്നാൽ നിന്റെ ബന്ധനം അടിയും. ഏറെക്കാലങ്ങളായി ബന്ധിച്ചിരിക്കുന്ന അമ്പകാല ബന്ധനങ്ങൾ, തലമുറ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന് ബന്ധനം, മദ്യപാന ബന്ധനം, പൈശാചിക ബന്ധനം, എവിടെയൊക്കെ പോയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും മന്ദവാദികളിലും ഡോക്ടർമാർക്ക് ആശ്രയിച്ചിട്ടും വിടുന്നില്ലാതെ യാസത്തൊട്ടി അനുഭവിക്കുന്ന ഈ പകൽക്കാലം യേശുവിനെ കഴിച്ചുള്ളൂ. അവന്റെ സൗഖ്യമാക്കാൻ മതിയായവരാ. നിന്റെ ബന്ധനം അടിക്കാൻ പോകയാ, നിന്നെ സ്വതന്ത്രരാക്കാൻ പോകയാ, സമാധാനം മതിയായവരാണ്. ഒരടിക്കൽ കടത്തിയല്ലോ, അവരെ സൗഖ്യമാക്കും. കാരാഗ്രഹത്തിൽ സംഭവം കേൾക്കൂ, തടവുകാർ വിടുവിക്കപ്പെട്ടു. പക്ഷേ ഉറച്ചുകൊണ്ടത് കാരാഗ്രഹ പ്രമാണി സംഭവങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ നിലവിളിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരിലേക്ക് ഓടിച്ചത്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞാൻ രക്ഷാവുവാൻ എന്ത് ചെയ്യാം? ഒറ്റ വാക്ക് മറുപടി, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, അദ്ദേഹത്തിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സൗപ്രിയരെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാക്ക് വിരാമം കുടിക്കട്ടെ. ഒരു വക്കീൽ ഓർപ്പിക്കുന്നു, നീ പാപത്തിൽ ജീവിക്കണ്ട. നീ പാപത്തിൽ ജീവിക്കുന്നെങ്കിൽ മരിക്കുന്ന ചെയ്യണം. പാപരസം മരണമാണ്. പാപിക്കൊരിക്കുന്നത് സോഹരി ദീപയ്യാണ്, നിത്യനരകമാണ്. താൽക്കാലികമല്ല, നിത്യമാണ്. ലോകജീവിതം താൽക്കാലികമാണ്, നിത്യത നിത്യമാണ്. സ്വർഗം നിത്യമാണ്, നരകം നിത്യമാണ്. ദൈവകൂട്ടന്മാരും ദൈവത്തെ മനസ്സായ ജാതികളും പാതാളത്തിൽ തിരിയും. അതേ പാപിയെ, നീ മരിച്ചതിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? നീ നരകത്തിൽ പോകുവാൻ നിനക്ക് ഇഷ്ടമല്ല. അത് പിശാചൊരുക്കിയ ഓഹരിയാണ്. നിനക്ക് ഒരുക്കിയ നിത്യസ്വർഗമാണ്. പക്ഷേ നീ പാപത്തിൽ ജീവിച്ചാൽ നിത്യ നരകമാതിന്റെ അവകാശം. ഞാൻ ചിലപ്പോൾ കൊച്ചു നാടകം പറയാറുണ്ട്. ഒരപ്പൻ മരിച്ചാൽ അതിന്റെ അവകാശി മക്കളാണ്. എന്താ കാര്യം അറിയാമോ? ലോകമീം അങ്ങനെ ആണെങ്കിലും അപ്പന്റെ വീടിന്റെ സ്വന്തം അവകാശി മക്കളായതുപോലെ പിശാചിന്റെ മക്കളായി ജീവിക്കുന്ന വ്യക്തികളുടെ ഓഹരി പിശാചിന്റെ വീട്, അത് നിത്യ നരകമാണ്. എന്നാൽ അവനെ കൈക്കൊണ്ട് നാമം വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു എങ്കിൽ നീ മറ്റൊന്നും ചെയ്യണ്ട. ഈ ഇരിക്കുന്ന ഇപ്പിരിപ്പിൽ നിന്ന്, നിൽക്കുന്ന ഇപ്പിൽ നിന്ന്, ഭവനത്തിന്റെ ഉൾമുറിയിരുന്നുകൊണ്ട് ഈ സാധനം ഒരു തല കുറിച്ച് ഒന്ന് പറയും, കർത്താവേ, ഞാൻ പാപിയാണ്, സമാധാനമില്ല, എനിക്ക് വേണ്ടി കോശിയാഗമായി മാറിയെന്ന് വിശ്വസിക്കുന്നു. സ്വന്തോടെ തന്നെ അയച്ചുകൊണ്ട് ആകാശ ഭൂമിക്ക് മധ്യ പുള്ളിയുടെ ഭാര്യയായി കഴിയുന്ന യേശുവേ, അങ്ങ് എന്റെ ഭാവമാണ് വായിച്ചത്. എനിക്ക് വേണ്ടി അനുഗ്രഹമായി മാറിയത്, എനിക്ക് വേണ്ടിയാണ് കൂട്ടി വെച്ചത്. അത് എന്നെ ചോദിക്കുന്നു, എന്റെ പാപത്തെ ഏറ്റു പറയുന്നു. എനിക്ക് അങ്ങ് വേണം, എനിക്ക് അങ്ങനെ സ്വീകരിക്കാനാകാമോ? ഞാൻ അങ്ങേക്ക് ജീവിക്കാം, ജീവിതം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ പകൽക്കാലം പറയാൻ തയ്യാറാകാമോ? നിന്റെ രക്ഷാപാത്തിന്റെ വിട്ടുവിളി വിടിപ്പാൻ ദൈവസേന, നിന്നെ മകനാശുവരിപ്പാൻ, മകനാശുവരിപ്പാൻ, സമാധാനം നൽകുവാൻ യേശു വന്നു വരുവാൻ ദൈവം മതിയായവന്. അവനാഗ്രഹം ആര് പ്രാർത്ഥിക്കും, ആരേൽപ്പിച്ചു കൊടുക്കും, അതിന് സൗഖ്യമാക്കും. ഈ രോഗിയായി ഭാരപ്പെടുന്നുവോ? സൗഖ്യമാക്കുവാൻ യേശു കഴിയും. അവനടുക്ക് കടന്നു വരിക. സമാധാനമില്ലേ? സമാധാനം ദൈവം തരും. എഴുതും, സ്വർഗീയനാക്കും. ഇന്ന് ഈ മരിച്ചാൽ ഉറപ്പാക്കുവാൻ കഴിയട്ടെ. ഞാൻ ഒരിക്കൽ വാക്ക് വിരാമം കുറിക്കുമ്പോൾ പറയട്ടെ, അടുത്തുള്ള പെരിങ്ങാട് ഇന്ത്യ ബന്ധോസ്തവ സഭയിലെ വിശ്വാസികളാണ് ഞങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കേണ്ട ദൈവമക്കളായ ഒരുക്കമാണ്. നിങ്ങളുടെ വിഷയങ്ങളുമായി നിങ്ങൾ കടന്നു വരൂ. നിങ്ങളുടെ യേശുവിനെ കൂടുതൽ അറിയുവാൻ സമയം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ സമീപിക്കൂ. നിങ്ങൾ അടുത്താണ് തമ്മിച്ചേരും ഒക്കെ താമസിക്കുന്നത്. അവരെ സമീപിച്ചാൽ നിങ്ങളുമായി ബന്ധപ്പെടുവാൻ കഴിയും.
അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം. കുഞ്ഞ്, നീ പാപിയായി മരിക്കരുത്. നിങ്ങൾ പാപത്തിൽ ജീവിക്കണമെങ്കിൽ പാപത്തിൽ മരിക്കും. പാപം നിത്യ നരകമാണ്. നീ ജീവദിവസം പേരിൽ കാണുന്ന ഏവരെയും തീപ്പൊയ്കൾ തള്ളിയിട്ടത്. ഈ തീപ്പൊയ് നിത്യമരണമാണ്. നിത്യമരണത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാകാതെ നിത്യജീവനോഹരിക്കാരായ വേണ്ടി ആകട്ടെ. അതിനെ പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം നിങ്ങൾക്ക് വേണ്ടിയായ സ്വാതന്ത്ര്യത്തിന് നന്ദിയുണ്ട്. സത്യജനങ്ങൾക്ക് നന്ദിയുണ്ട്. നിങ്ങൾ പുറത്തേക്ക് വന്നില്ലെങ്കിലും ഭവനങ്ങളായതുകൊണ്ട് കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നന്ദി ആരോപിക്കുന്നു. നിങ്ങൾ ക്രിസ്തു വിളിക്കുന്നു, ക്രിസ്തു സ്നേഹിക്കുന്നു. നിത്യജീവൻ നഷ്ടപ്പെടാതെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.